മാരാനാഥ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകരും യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളുമേ ഏവർക്കും പ്രത്യാശാ വചനങ്ങളെന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് റോമാലേഖനത്തിൽ തന്നെയാണ്. 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. തുടർന്നങ്ങോട്ട് നിങ്ങൾ വായിച്ച് ധ്യാനിക്കുക. സമയത്തിൻ്റെ ക്രമീകരണം വച്ചിട്ട് ആ ഒരു വചനം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, ഒരു വാക്കിങ്ങനെ സംസാരിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചന കേൾവിക്കായി ഞങ്ങളെ ഒരുക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. തിരുവചനം നാളിതുവരെ പ്രഘോഷിക്കുവാൻ ശക്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളെല്ലാം അങ്ങ് ഏറ്റെടുത്ത് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകളിലും കുറവുകളിലും പോരായ്മകളിലും അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തി നയിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷയെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിയുതകളുടെയും പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, റോമാലേഖനം 8-ാം അധ്യായം നമുക്കറിയാം. ആത്മാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെയാണ് നമ്മൾ നയിക്കപ്പെടേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗം ഇതാണ്: ജഡിക പ്രവണതകളനുസരിച്ച്, ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർ മരിക്കും. അവർക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ജഡികമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മരിക്കുമെന്നുള്ളതാണ് വചനം. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ജഡത്തിൻ്റെ പ്രവണതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ജഡത്തിൻ്റെ പ്രവണതകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് കീഴ്പ്പെടുത്തുന്നതെന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാണ്. ഒരിക്കൽ കൂടെ നമ്മൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്: ജഡത്തിൻ്റെ പ്രവണതകൾ ഇന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഈ വകയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് വ്യഭിചാരം എന്ന വിഷയത്തെക്കുറിച്ചാണ്, ആ പാപത്തെക്കുറിച്ചാണ്. വ്യഭിചാരം, അശുദ്ധി, ദുർനടപ്പ്, ഈ മൂന്നിനെയും ലൈംഗിക പാപങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. പിണക്കം, പക, ശത്രുത, കോപം, സ്വാർത്ഥത, മോഹം, ഭിന്നത, കക്ഷിമത്സരം, അസൂയ, ഇതൊക്കെ വിഗ്രഹാരാധകരുടെ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ആ പാപത്തിൽ പെടുന്നു. മദ്യാസക്തി,
മാത്സര്യം, മധുരോത്സവമൊക്കെ സുഖഭോഗങ്ങളിൽ പെടുന്നു. സമയത്തിൻ്റെ ക്രമമനുസരിച്ച് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ വ്യഭിചാരത്തെക്കുറിച്ച് നമ്മളിൽ ആ പാപമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി 2-3 തിരുവചനങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. വിശുദ്ധ യാക്കോബുസ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഹല്ലേലൂയ. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. വ്യഭിചാരിണികൾ എന്നതിൻ്റെ മൂലപദത്തിൻ്റെ അക്ഷരീകാർത്ഥം അവിശ്വസ്തർ അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്താത്തവർ എന്നാണ്. അതുകൊണ്ടായിരിക്കാം POC ബൈബിളിൽ വിശ്വസ്തത പുലർത്താത്തവരെന്നാണ് ഈ യാക്കോബിൻ്റെ 4:4 വചനം. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. അപ്പോൾ വ്യഭിചാരമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ലൈംഗിക പാപം മാത്രമല്ല, ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ലോകമോഹങ്ങളിൽ ഏർപ്പെടുന്നതെല്ലാം അവിശ്വസ്തതയാണ്. വിശ്വസ്തത പുലർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ലൈംഗികമായിട്ട് പാപം ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നമ്മളിരിക്കുമ്പോൾ തന്നെ ദൈവകൽപ്പനയുടെ ലംഘനം നടത്തി ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ലോകമോഹങ്ങളിൽപ്പെട്ടുഴലുമ്പോൾ നമ്മൾ അത് വ്യഭിചാരമായി കാണണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെയോ, ഇന്നലെ നമ്മൾ കേട്ട വചനമാണ്, ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ യാക്കോബ് ശ്ലീഹായും പറയുന്നത് തന്നെയാണ്, ലോകത്തോടുള്ള മിത്രത്വം, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ലോകമോഹങ്ങളെ വിട്ടൊഴിയാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകമോഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. അത് എന്താ പറയുന്നത്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളും ഒക്കെ അതിൽപ്പെടുന്ന കാര്യങ്ങളാണ്. നാം ഒരുപക്ഷെ നാം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നതും നമ്മൾ തിരിച്ചറിഞ്ഞ്, വചനം കേട്ട് തിരിച്ചറിഞ്ഞിട്ട് പോലും നമ്മൾ ഈ ലോക സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും അടയാഭരണങ്ങളൊക്കെ ഉപയോഗിച്ചും ലക്ഷങ്ങൾ കോടികളൊക്കെ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ടുകൾ, വജ്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് സൂക്ഷിച്ചൊക്കെ വെച്ച് നമ്മുടെ എന്താ പറയുന്നത്, അനേകർക്ക് നന്മ ചെയ്യേണ്ട ഒരുപാട് സമ്പത്തുകൾ നമ്മൾ സത്യത്തിൽ ഈ ലോക സുഖങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവിടെ അതിൽ തന്നെ നമ്മളിലുള്ള നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഭയമുണ്ടാവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ സ്വർണ്ണമില്ലാത്തവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വർണം വേണ്ട എന്ന് വച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും ഒത്തിരി മറ്റ് ഫാഷൻ വസ്തുക്കൾ മേടിച്ചുപയോഗിക്കുന്നുണ്ട്. അതിന് നല്ല വിലയൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീര സൗന്ദര്യത്തെ നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ അടയാഭരണങ്ങളൊക്കെ നമ്മൾ കരുതുന്ന ചെലവുകൾ, നമ്മൾ നടത്തിപ്പോരുന്ന എന്താ പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ലൈംഗികപരമായിട്ട് വ്യഭിചാരം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പ്രിയമുള്ളവരെ നമ്മൾ പാപികളല്ല എന്ന് പറയാൻ സാധിക്കില്ല. വിശ്വസ്തത പുലർത്താത്തവരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ഈ
തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൊക്കെ പൗലോസ്ലീഹ പറയുന്നതും പിന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ്ലീഹ പറയുന്നതൊക്കെ പിന്നിയ മുടിയോ സ്വർണങ്ങളോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അല്ല നിങ്ങളുടെ അലങ്കാരം. ദൈവസന്നിധിയിൽ നിർമ്മലമായ അക്ഷയഭൂഷണമായ അലങ്കാരങ്ങളാണ് അവിടെ സ്വീകാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാൻ അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ അതിന് പരിശീലിപ്പിക്കുക എന്ന് പറയും. ദൈവകൃപ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു അനുഗ്രഹമല്ല, അത് ദൈവം തന്നെയാണ്, അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ആണ് കൃപ നമ്മളെ പരിശീലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അതുപോലെ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലും വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ 1:15 പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ പ്രവൃത്തികളിലും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. 3-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം, നിങ്ങളുടെ ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിനയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ്? ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം, ആന്തരിക വ്യക്തിത്വം. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ ലൗകിക മോഹങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ലൈംഗികമായിട്ടുള്ള വ്യഭിചാര പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുകയില്ല. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന ആ വചനത്തിൽ, ആ ചോദ്യത്തിൽ നമ്മൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ആന്തരിക വ്യക്തിത്വം ഉയരുവാനായിട്ട്, ആന്തരിക വ്യക്തിത്വം വളരുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കിപ്പോൾ സ്വർണ്ണമില്ലെങ്കിലും പാദസരമില്ലെങ്കിലും മൂക്കുത്തിയില്ലെങ്കിലും അടയാഭരണങ്ങളൊന്നുമില്ലെങ്കിലും ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മേടിക്കാനും പൈസ ഇല്ലെങ്കിലും ഇതൊന്നും കടം മേടിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. മറിച്ച് നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉണർന്നാൽ, നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തനായാൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വം വളരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ സ്വർണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന്, സഭയിൽ നിന്നൊക്കെ, സഭയിലുള്ള സഭാവിശ്വാസികളിൽ നിന്ന് അതൊക്കെ നീങ്ങിപ്പോകേണ്ടതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ എന്താ പറയുന്നത്, ശാഠ്യം പിടിക്കുന്നവരും പണത്തിന് വേണ്ടിയും സ്വർണത്തിന് വേണ്ടിയൊക്കെ ബഹളം ഉണ്ടാക്കുന്നവരും അതിൻ്റെ പോരായ്മകളൊക്കെ അത് വിറ്റുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ വീടുകളിൽ ബഹളമാണ്, സ്വർണ്ണമിടാനില്ല, സ്വർണ്ണം അണിയാനില്ല, സ്വർണ്ണമൊക്കെ വിറ്റ് അവർക്ക് കൊടുത്തു, ഇവർക്ക് കൊടുത്തു, എൻ്റെ കഴുത്തിലൊന്നുമില്ല, എൻ്റെ കാതിലില്ല, എൻ്റെ കയ്യിലില്ല, ഞാൻ എത്ര കൊണ്ടുവന്നതാണ്
എന്നെല്ലാം പറഞ്ഞ് ആദിവ്യാധി പിടിച്ച് നടക്കുന്ന ആളുകളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതൊക്കെ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തെ സ്നേഹിക്കുന്നതുമാണ്. നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നഷ്ടപ്പെടുത്തിയവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭർത്താവാണ് നഷ്ടപ്പെടുത്തിയെന്ന് കൂട്ടുക. സ്വർണം, ഇപ്പോൾ മറ്റുള്ളവർ സ്വർണം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിലും കാതിലൊക്കെ കാണുന്ന കഴുത്തിലൊക്കെ കാണുന്ന സ്വർണം കാണുമ്പോൾ, കാലിൽ കിടക്കുന്ന പാദസരമൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, ആ മനുഷ്യനെല്ലാം നശിപ്പിച്ചല്ലോ എന്നുള്ളൊരു ഒരു വേദന ഉള്ളിൽ കയറുകയും അതുവഴി ഒരു അസൂയയും ഒരു കുശുമ്പും ഒരു അനുസരണക്കേടൊക്കെ ജീവിതത്തിൽ വരുന്നെങ്കിൽ അതൊക്കെ ലോകത്തിൻ്റെ വ്യർത്ഥതകളാണ്. അതൊന്നും ദൈവമക്കൾക്ക് വരാൻ പാടില്ല. കാരണം ദൈവമക്കൾക്ക് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയാകാതെ കാത്തുകൊള്ളണമെന്ന് യാക്കോബ് ശ്ലീഹ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വിശ്വസ്തത പുലർത്താത്തവരെ, അല്ലെങ്കിൽ വ്യഭിചാരിണികളായുള്ളവരെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചു കൊള്ളാം, ക്രിസ്തുവിൻ്റെ എളിമയിലും വിനയത്തിലും ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തിലും പങ്കുചേർന്നു കൊള്ളാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ ഏറ്റുപറച്ചിലിനോടുകൂടി ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ടു ഒഴുകുകയും ചെയ്യുന്നവരെയാണ് എന്ന് പറഞ്ഞാൽ, അത് വീണ്ടും കൂടി ഒന്നും കൂടി വ്യാഖ്യാനിച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ജീവിച്ചു കൊള്ളാമെന്നും ഭാര്യയുടെ കൂടെ ഭർത്താവ് ജീവിച്ചു കൊള്ളാമെന്നും വിവാഹമെന്ന കൂദാശയിലൂടെ എഗ്രിമെൻ്റ് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് മറ്റ് ആളുകളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളെയാണ് വ്യഭിചാരമെന്ന് നമ്മൾ പച്ചയായി പറയുന്നതെങ്കിൽ, ദൈവത്തോടുള്ള വാഗ്ദാനം ദൈവത്തോടുള്ള വിശ്വസ്തതയും വിട്ടിട്ട് ലോകത്തിൻ്റെ പറ്റുമാനങ്ങളെ സ്വീകരിച്ചു പോകുമ്പോൾ അതും വ്യഭിചാരം തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൊക്കെ അപ്രകാരമാണ് പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, വലിയ കൃപാവരത്തിൽ ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കൃപയിൽ ജീവിക്കുന്നതാണെന്ന് പറയുന്നത്? എങ്ങനെയാണ്? നമ്മൾ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഉന്നതസ്ഥാനീയർ, നമ്മുടെ മുമ്പിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? നമുക്ക് നല്ല സമാധാനം അനുഭവിക്കാൻ, നമുക്ക് നല്ല ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തതയിലും ജീവിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ ആരാധന. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിവിടെ ചുരുക്കി പറയട്ടെ, ആ വിഷയത്തിൽ ഞാൻ മാറുകയാണ്. ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ഞാൻ ലൈംഗികമായി പാപം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. മറിച്ച് ലോക സുഖങ്ങളെ, ലോകത്തിൻ്റെ മോഹങ്ങളെ, ലോകത്തിൻ്റെ വസ്തുക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ദൈവം എന്നോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ അരുത് എന്ന് പറയുന്നത്, ഇപ്പോൾ പത്രോസിലേക്ക് പറഞ്ഞു അതല്ല നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അതല്ല നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതല്ല. അപ്പോൾ ആത്മീയ മനുഷ്യൻ വളരാൻ ഭൗതിക മനുഷ്യൻ തടസ്സമാണെങ്കിൽ ഭൗതിക മനുഷ്യൻ്റെ ചിന്തകളെ വെടിയണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നുവെങ്കിൽ, നിഹനിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ആത്മാവിൽ നിഹനിക്കുന്നുവെങ്കിൽ, ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് വിരമിക്കാം. നിങ്ങൾ സ്വയം ധ്യാനിച്ച് മനസ്സിലാക്കുക. എന്നാൽ യഥാർത്ഥ ലൈംഗിക ബന്ധത്തിലുള്ള വ്യഭിചാരത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം കൂടി ചിന്തിച്ചിട്ട് നിർത്താം.
ദാമ്പത്യത്തിലുള്ള വ്യഭിചാരം, ദാമ്പത്യ വിശ്വസ്തതയില്ലാതെ വരുന്നത്. 1 കൊരിന്ത്യർ 5-ന്റെ 1-2 വാക്യങ്ങൾ. കൊരിന്ത്യാലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. കണ്ടോ? വിജാതിയരുടെ ഇടയിൽ പോലും കേൾക്കാത്ത വണ്ണമുള്ള അവിഹിത ബന്ധങ്ങൾ. ഇപ്പോൾ കൊരിന്ത്യോസിലെ ജനം ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി തീർന്നിട്ട് അവർ ഈ പാപത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു എന്ന് പറയുന്നത്. വലിയ പാപമാണ് അവർ ചെയ്യുന്നത്. എന്താ? യഹൂദ നിയമം അനുസരിച്ച് ഒരു പിതാവിന് 1-ൽ കൂടുതൽ വിവാഹം കഴിക്കാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായിട്ട്. ക്രിസ്തീയ നിയമം അനുസരിച്ച് ജീവിത പങ്കാളി മരണത്താൽ മാറ്റപ്പെട്ടാൽ മാത്രമേ പുനർവിവാഹത്തിന് അനുവാദമുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പല ദാമ്പത്യ ജീവിതങ്ങളും നന്നായി പോകാത്തതുകൊണ്ട് പലരും ഡിവോഴ്സൊക്കെ നടക്കാറുണ്ട്. അതിലേക്കൊന്നും ഞാനങ്ങനെ പോകുന്നില്ല. അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധനയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ ഈ വക തിന്മകളൊന്നും ഉണ്ടാകാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൊരിന്തോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്ന് ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏകശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോടെ ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലാനാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിൻ്റെ മറ്റ് ദൈവിക കൽപ്പനകൾ, വ്യഭിചാരത്തിൽ നിന്ന് എങ്ങനെ ഓടിയകലണമെന്നൊക്കെ നിയമാവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 13-30 വരെയും വായിക്കുക. 27-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നോക്കുക. ലേവ്യർ പുസ്തകം 18-ന്റെ 6 മുതൽ 30 വരെ നോക്കുക. ഇവിടെയൊക്കെ ലൈംഗികതയുടെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ന്റെ 27-ഉം വിശുദ്ധ മത്തായി 5-ന്റെ 27-ലും പറയുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 22-ാമത്തെ വാക്യത്തിൽ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആസക്തിയോടെ നോക്കുക, അത് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഈ ആസക്തി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിലെ
മൂന്നും നാലും ഘട്ടമായിട്ട് നമുക്കതിനെ കാണാം. എങ്ങനെയാണ് ഈ ആസക്തി നമ്മളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതെന്ന്. ഒന്ന്, നമ്മൾക്ക് സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോഴും പുരുഷന് സ്ത്രീയെ കാണുമ്പോഴും ആസക്തി തോന്നുന്നത് ദർശന സുഖത്തിലൂടെ, കാണുന്നതിലൂടെയാണ്. കണ്ണ് കാണാനുള്ളതാണ്, പക്ഷെ നോക്കാനുള്ളതല്ല എന്നൊരു ചട്ടമുണ്ട്. കണ്ണെന്തിനുള്ളതാണ്? കാണാനുള്ളതാണ്, നോക്കാനുള്ളതല്ല. അപ്പോൾ ഒരു തിന്മപ്പെട്ട വസ്തുവിനെ, തിന്മപ്പെട്ട ഒരു സാഹചര്യത്തെ നമ്മൾ കണ്ടാൽ കണ്ണവിടുന്ന് പറിക്കണം, കണ്ണവിടുന്ന് മാറ്റണം. അതാണ് ആത്മസംയമനം അല്ലെങ്കിൽ വിവേകം. കണ്ണവിടുന്ന് നമ്മൾ മാറ്റിയെടുക്കണം. അത് വീണ്ടും നോക്കിയാൽ ആസക്തിയായി. ആ നോട്ടമുള്ളവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഇപ്പോൾ ഒരു തിന്മ കണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ, സ്ത്രീയുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ജഡീകതയിലോ നമ്മൾ ആകർഷിക്കപ്പെട്ടു, നമ്മളൊന്ന് കണ്ടു. കാണാനുള്ളതാണ് കണ്ണ്, യാദൃച്ഛികമായി കണ്ടു. പക്ഷെ നമുക്കത് പാപമായി തീരുമെന്നുള്ള ചിന്ത വന്നാൽ നമ്മൾ ആ കണ്ണ് മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി നോക്കും. ഈ നോക്കുന്നതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. ഈ ആസക്തിയുള്ളവൻ ആ നോട്ടത്തെ സുഖമായി കാണും. അതിനാണ് ദർശന സുഖമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദർശന സുഖമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും പരിശോധിക്കണം. വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ ആസക്തിയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് എന്ത് സുഖം? ആ നോട്ടം, ദർശന സുഖം. രണ്ടാമത്, ഈ ആസക്തി നമ്മളിലുണ്ടെങ്കിൽ നമ്മളെ അതിനെന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. ഈ നോട്ടം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അടുത്തിരിക്കുന്ന പുരുഷനെ ആയാലും സ്ത്രീ ആണെങ്കിലും സ്പർശിക്കാൻ തോന്നും. സ്പർശന സുഖമെന്ന് പറയും അതിന്. അപ്പോൾ ആ സ്പർശനം നമ്മൾ ഇപ്പോൾ ഈ കാലത്തൊക്കെ കൊച്ചുകുട്ടികളോട് പോലും പറഞ്ഞു കൊടുക്കുന്നത് ബാഡ് ടച്ച് ഉണ്ട്, വിശുദ്ധമായ ടച്ചിങ് ഉണ്ട്. ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു മുതിർന്നവനായാലും യൗവനക്കാരനായാലും ഒരു പുരുഷൻ ഒരു സ്ത്രീയോ സ്ത്രീ പുരുഷനെയോ തൊടുമ്പോൾ അത് വിശുദ്ധിയോടുകൂടിയുള്ള സ്പർശനവുമുണ്ട്, അശുദ്ധമായ സ്പർശനവുമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുട്ടികളുടെ സഹപാഠികളോ, ഇപ്പം എല്ലാ സഹപാഠികളും കൂട്ടുകാരുമാണല്ലോ, ഫ്രണ്ട്സോ, ആര് ഈ തൊട്ടാലും ഈ തൊടുന്നതിനെ തിരിച്ചറിയാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഏത് ടച്ചാണ്, ഏത് സ്പർശനമാണ്. ആ സ്പർശനം ആസക്തിയോടു കൂടിയാണ്. ഇപ്പം നമുക്കറിയാം, ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പൂർവ്വപിതാവായ യോസേപ്പിനെ അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ ഭാര്യ സ്പർശിച്ചു. ആ സ്പർശനം യോസേപ്പിന് വളരെ വ്യക്തമായി മനസ്സിലാക്കി ഇത് പാപത്തിലേക്കാണ്, ഇത് വ്യഭിചാരത്തിലേക്കാണ്. അപ്പോൾ അയാൾ അവിടുന്ന് ഓടിയ സമയത്ത് അവൾ ഇയാളുടെ ഷർട്ട് കയറി പിടിച്ചു. അപ്പോൾ ഷർട്ട് വലിച്ചു ഊരിയിട്ട് അവൻ ഓടിയെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്തും എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക്, യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് ശേഷവും എല്ലാ കാലത്തും ഈ സുഖം അനുഭവിക്കുന്നവരുണ്ട്. അതാണ് ആസക്തി, സ്പർശന സുഖം. അപ്പോൾ അത് എന്നിലുണ്ടോ, നമ്മിൽ ഓരോരുത്തരിലുമുണ്ടോ? നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മുതിർന്നവരും, ചിലപ്പോൾ ചില മുതിർന്നു പ്രായമായി 10-25 വയസ്സായാലും ചില പെൺകുട്ടികൾക്കൊന്നും പക്വത പ്രാപിക്കാനായിട്ട് കഴിയില്ല. അപ്പം അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില അവസരങ്ങളിൽ ഇങ്ങനെ കേൾക്കാനിടയായിട്ടുണ്ട്, ബുദ്ധിമാന്യമുള്ള പെൺകുട്ടികളെ ആരോ, ആ കുട്ടിക്ക് അറിയില്ല, ദുരുപയോഗം ചെയ്തു, അത് ഗർഭിണിയായി, അത് പ്രസവിച്ചു, അത് ആ വീടിന് ഭയങ്കര ശാപമായി, പാപമായി, ഭാരമായി എന്നൊക്കെ ഇങ്ങനെ കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതെല്ലാം വലിയ ചതിയാണ്, സ്വർഗം പൊറുക്കാത്ത ചതിയാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. നമ്മുടെ എന്താ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. തന്നെയുമല്ല, കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യേക ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനു വേണ്ടിയുള്ളതാണ്. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനു വേണ്ടി, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നമ്മുടെ ചുറ്റും നിൽക്കുന്ന കുഞ്ഞുങ്ങളോട്, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഈ ആസക്തിയോടെ ഈ സ്പർശനത്തിന് വരുന്നവനെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെയുള്ളവനോട് മാറി നിൽക്കാൻ പറയാനുള്ള ധൈര്യം കാണിക്കണം. പല കുട്ടികളും, പ്രത്യേകിച്ച് മാനസിക രോഗം പിടിപെട്ട പെൺകുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പറയാനിടയായിട്ടുണ്ട്. അവർ കുഞ്ഞുനാളിൽ അവരുടെ അമ്മാവൻ അവരെ തെറ്റായി ലൈംഗികമായിട്ട് ഉപയോഗിച്ചു, അവരുടെ ചേച്ചീനെ കെട്ടിയേക്കണ ചേട്ടനെ ഉപയോഗിച്ചു. അതൊക്കെ കാരണമാണ് ഇവർക്ക് ഇത് ആസക്തി കയറി അവർ വ്യഭിചാരത്തിലേർപ്പെട്ടു, മാനസിക രോഗമായി. അങ്ങനെ അലഞ്ഞ് റോട്ടിൽ നടക്കുന്ന ആളുകൾ, ആൺപിള്ളേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആൺപിള്ളേർ ഈ ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമായത് എന്താ പറയുന്നത്, സ്വവർഗഭോഗം മുതിർന്ന ആളുകൾ ചെയ്തു ജോലി സ്ഥലത്തൊക്കെ എന്നൊക്കെ. അപ്പോൾ അത് വലിയ തിന്മയാണെന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഉറപ്പിച്ച് നിൽക്കട്ടെ. അതുകൊണ്ട് ആസക്തി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത് സ്പർശനമാണ്. അപ്പോൾ അതിനിടയിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ദർശന സുഖം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നോട്ടത്തിൽ നിന്ന് രണ്ടാമത് രൂപപ്പെടുന്നത് സ്പർശനമല്ല, ക്ഷമിക്കണം, രണ്ടാമത് രൂപപ്പെടുന്നത് സംസാരമാണ്. സംസാരം, സ്നേഹം കലർന്ന സംഭാഷണങ്ങൾ. പേര് ചോദിക്കുന്നു, വീട് ചോദിക്കുന്നു. ഇപ്പോൾ സംഭാഷണത്തേക്കാൾ അധികം മെസ്സേജാണ്. ഇപ്പോൾ ഒറ്റ സംഭാഷണമുള്ളൂ, നമ്പർ ഒന്ന് തരുമോ, ബാക്കിയുള്ളതെല്ലാം മെസ്സേജുകളാണ്, SMS, ചാറ്റിങ്. സംസാര സുഖങ്ങളാണ്. ചാറ്റ് ചെയ്ത് 18 വയസ്സായ ആൾ 70 വയസ്സുകാരെയൊക്കെ കല്യാണം കഴിക്കാനൊക്കെ എവിടെ രജിസ്റ്റർ ഓഫീസിൻ്റെ ഭാഗത്ത് വന്നതൊക്കെ കോമഡികളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, പത്രത്തിലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാനത് വിട്ടുപോയതാണ്. സംസാര സുഖം, അത്യാവശ്യത്തിന് സംസാരിക്കുന്നതൊഴികെ, ഒരാണായാലും പെണ്ണായാലും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതൊഴികെ, തൻ്റെ മാതാപിതാക്കളോ തൻ്റെ സഹോദരി സഹോദരങ്ങളോ തൻ്റെ ജീവിത പങ്കാളിയോ ഒഴികെ മറ്റാരോടും അത്യാവശ്യമൊഴികെ ബാക്കി സംസാരിക്കുന്ന എന്തിനേയും സൂക്ഷിച്ചു കൊള്ളണം. അത് അപകടത്തിലാണ്. ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കും, സംസാരിച്ചു നിർത്തുന്ന കുഴപ്പമെന്ന്. വലിയ കുഴപ്പമുണ്ട്. സംസാരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞ് സംസാരം വഴിതെറ്റുമ്പോൾ നോ പറയാൻ കഴിയാത്തവർക്ക് വലിയ കുഴപ്പമുണ്ട്. ഇനി നോ പറഞ്ഞാലും വലിയ കുഴപ്പമാണ്. പെട്രോൾ മേടിച്ച് കാത്തിരിക്കും, ആസിഡ് മേടിച്ച് കാത്തിരിക്കും, കടാരം മേടിച്ച് കാത്തിരിക്കും നോ പറയാൻ ചെന്നാൽ. നോ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മരണമാണ് നോ പറയുന്നവർക്ക്. അതുകൊണ്ട് സംസാരം പരിധി വിടുക എന്നല്ല, പരിധിക്കും പോണ്ട എന്നാണ് ഈ എളിയവൻ്റെയൊക്കെ ഒരു അഭിപ്രായം. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഈ സംസാര സുഖത്തിൽ നിന്നാണ് സ്പർശന സുഖം. സ്പർശന സുഖം വന്നു കഴിയുമ്പോഴാണ് ആളുകൾ എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു, പിന്നെ കേസും കോടതിയൊക്കെ ആകുമ്പോൾ ചില കോടതികളിലൊക്കെ കേസ് ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കുന്നില്ലേ, ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ, ഇത് പറ്റിച്ചതാണെന്ന് പറയാൻ പറ്റുമോ, ഇതെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, അതുകൊണ്ട് സ്പർശന സുഖം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആസക്തിയുടെ മൂന്നാമത്തെ ഘടകമാണ് സ്പർശന സുഖം. അപ്പോൾ ഒന്നാമത്തെ ദർശന സുഖം, രണ്ടാമത്തെ സംസാര സുഖം, മൂന്നാമത്തെ സ്പർശന സുഖം, നാലാമത്തെ ആസക്തിയാണ്, നാലാമത്തെ സുഖമാണ് ഭോഗസുഖം. ഭോഗസുഖം കഴിയുമ്പോഴാണ് ചതി മനസ്സിലാകുന്നത്. അപ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, എന്താണ്? ശ്രദ്ധിക്കുക. നിൻ്റെ നോട്ടം നീ തന്നെ ശ്രദ്ധിക്കുക. നിൻ്റെ നോട്ടത്തെ നീ തന്നെ ശ്രദ്ധിക്കുക. നീ നിന്നെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, നീ ആസക്തിയോടെയാണ് നോക്കുന്നതെങ്കിൽ, നിൻ്റെ നിർമ്മലമായ വിശുദ്ധമായ നോട്ടമാണെങ്കിൽ
നീ നോക്കേണ്ട ആവശ്യമില്ല, നീ കണ്ടു തിരിയുന്നു. നിൻ്റെ നോട്ടം നിർമ്മലമാണെങ്കിൽ നിൻ്റെ എല്ലാ ശരീരാവയവങ്ങളും വിശുദ്ധമായി. നിൻ്റെ കണ്ണ്, നിൻ്റെ നോട്ടം വിശുദ്ധമല്ലെങ്കിൽ നീ ആസക്തിയോടെ നോക്കുന്നു, നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വ്യഭിചാരം ചെയ്യുക എന്നുള്ളതിൻ്റെ ഓരോ പടി ഞാൻ പറഞ്ഞു. 1 ദർശനസുഖം, 2 സംസാരസുഖം, 3 സ്പർശനസുഖം, 4 ഭോഗസുഖം. ബൈബിളിൽ ഉദാഹരണമുണ്ടല്ലോ, ദാവീദ് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ അങ്ങ് നദിയിൽ ഒരു പെൺകുട്ടി കുളിക്കുന്നത് കണ്ടു. ആരാണെന്ന് അന്വേഷിച്ചു. കണ്ണു മറച്ച് മാറിപ്പോവല്ല ചെയ്തത്. നോക്കി, ആകൃഷ്ടനായി, അന്വേഷിച്ചു, വിളിച്ചുകൊണ്ടുവന്നു, സംസാരിച്ചു, ഇന്നയാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ ഈ ഭോഗസുഖത്തിലേക്കും അതിൻ്റെ ഗർഭസന്ധാരണത്തിലേക്കൊക്കെ കടന്നുപോയി. പ്രിയമുള്ളവരെ, അപ്പോൾ എത്ര അഭിഷേകം കിട്ടിയവരാണെന്ന് പറഞ്ഞാലും ഈ നോട്ടത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, യേശുവിൻ്റെ വാക്കുകളെ ചുമ്മാ തള്ളിക്കളഞ്ഞ് ഞാനിന്ന് ജീവിക്കരുത്. ഈ നോട്ടത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, വലിയ അപകടത്തിൽ നമ്മൾ ചെന്ന് ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നാമത്തത് വിശ്വസ്തത പുലർത്താത്തത് വ്യഭിചാരമാണ്. രണ്ടാമത്തത് ശരീരത്തിൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അനുവദിക്കപ്പെട്ട ജീവിത പങ്കാളിയുമായിട്ടല്ലാതെ മറ്റൊരു തരത്തിലും ബന്ധപ്പെടാൻ ഇടയാകാതെ സൂക്ഷിച്ചില്ല എങ്കിൽ അത് ശരീരത്തിനകത്ത് നിന്ന പാപമാണ്. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് അപകടമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരുപാട് ഭാഗങ്ങൾ പറയുന്നുണ്ട്. പുറപ്പാട് 20:14 പറയുന്നുണ്ട് വ്യഭിചാരം ചെയ്യരുതെന്ന്. ലേവ്യർ 10:20 പറയുന്നു, ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചരിച്ചാൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷ ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കിതൊരു അരോചകമായി തോന്നണ്ട. ഇതിനൊക്കെ ന്യായവിധിക്ക് കണക്ക് കൊടുക്കേണ്ട വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മനുഷ്യർക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റണം. പറ്റിയില്ലെങ്കിൽ, അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, കലപില യാതൊരു മനുഷ്യനോടും പറഞ്ഞു നടക്കരുത്. കാണുന്നവരെയൊക്കെ ഫ്രണ്ടായിട്ട് നടക്കരുത്. അതൊക്കെ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. യേശു ക്രിസ്തു മാത്രം ഫ്രണ്ടാകട്ടെ. അപ്പോൾ സംയമനം ആത്മാവിൻ്റെ കൃപ നമുക്ക് നൽകപ്പെടും. അത് വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ജീവിതമാണ്. ലോകത്തിൻ്റെ മക്കൾ കാണിക്കുന്നത് പോലെ കാട്ടിക്കൂട്ടി നടക്കരുത്. ലോകത്തിൻ്റെ മക്കൾ പലതും കാട്ടും. അവർക്കൊന്നും ഒരു കേടുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ വിശ്വാസത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ ഒരുപാട് സൂക്ഷിച്ച് ജീവിക്കണം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വളരെയധികം സൂക്ഷിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ജീവിക്കുവാൻ യേശുവെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ ഏറെ പ്രയാസമാണെങ്കിലും കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്കുള്ളതിനാൽ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായിട്ടുള്ളതിനാൽ ഞങ്ങളെ സാത്താൻ്റെയും ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപ തോന്നി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, നിങ്ങൾ തിരുസന്നിധിയിൽ, ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ കാത്ത് നിങ്ങളെ പരിപാലിച്ചതുപോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും ദൈവസന്നിധിയിൽ കാത്തു പരിപാലിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ യൂട്യൂബ് ചാനലിൽ നാളെ വൈകുന്നേരം മുതൽ പെന്തക്കോസ്തി ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഒരുങ്ങുന്നതിൻ്റെ ഒരുക്ക വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പാർട്ടായിട്ട് 3-4 ദിവസങ്ങൾ കൊണ്ട് അത് സംസാരിക്കുന്നതാണ്. അത് നിങ്ങൾ മറക്കാതെ കേൾക്കുകയും നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇവിടെ
9 നാളെ 4 മണിക്ക് തുടങ്ങുന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുവാൻ ക്രമീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.